ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ. എല്ലാവരും കാണാമോ? കാണാം സ്വാമിജി, കാണാം. കേൾക്കാമോ? കേൾക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ ഗുരുരാധ്യാം ശിവലിംഗാര്യമധ്യമാം ബോധാനന്ദ സംസരന്തിം അസ്മദാചാര്യ പര്യന്താം ശിഷ്യസംഘാന്വിതാം ശുഭാം ഗുരുചൈതന്യ സമന്വിതാം ദിവ്യാം ജ്ഞാനപ്രവാഹിനീം വന്ദേ താം ചേതനാം പുനഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ, ഇന്ന് ഈ പഠന ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുധർമ്മ പഠിതാക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നമ്മൾ അധ്യയനം ചെയ്യുന്നത് കുമാരനാശാൻ രചിച്ച ശാരദാഷ്ടകം എന്ന് പറയുന്ന കൃതിയാണ്. ഈ കൃതിയിലെ 3 ശ്ലോകങ്ങൾ ഇതിനകം നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞു. ഇനി 4ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം 4. അംബയോഗി മൃഗിതാം പരാഭിധാം ത്വാം വിഭിന്ന പരിണാമ സുന്ദരി പുഷ്കലാർത്ഥ വിഭവാമുപാസ്മഹേ സ്ഫോടദർശിത വിചിത്ര വിഭ്രമാം. ഒന്നുകൂടി പറയാം. അംബയോഗി മൃഗിതാം പരാഭിധാം ത്വാം വിഭിന്ന പരിണാമ സുന്ദരീം പുഷ്കലാർത്ഥ വിഭവാമുപാസ്മഹേ സ്ഫോടദർശിത വിചിത്ര വിഭ്രമാം. ഇതാണ് ശ്ലോകം. ഇതില് പ്രത്യേകിച്ച് സങ്കീർണമായ പദവിച്ഛേദങ്ങളൊന്നുമില്ല. പക്ഷെ 3ാമത്തെ വരിയിൽ അവസാനം കാണുന്ന വിഭവാം ഉപാസ്മഹേ, അത് കേവലം വിഭവാം, പുഷ്കലാർത്ഥ വിഭവാം ഉപാസ്മഹേ എന്ന് പിരിച്ചാൽ മതി. പ്രത്യേകിച്ച് വളരെ കഠിനമായ സന്ധി ഒന്നും ഈ ശ്ലോകത്തിൽ കാണുന്നില്ല. അപ്പൊ ഈ ശ്ലോകത്തിന്റെ അന്വയാർത്ഥം ഇപ്രകാരമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ ഏതൊരു ശ്ലോകത്തിലും ഒരു ക്രിയാപദം ഉണ്ടാകും. ആ ക്രിയാപദത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ശ്ലോകത്തിന്റെ അന്വയം ചെയ്ത് അർത്ഥത്തെ ഗ്രഹിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഈ ശ്ലോകത്തിലെ ക്രിയാപദം 3ാമത്തെ വരിയിൽ അവസാനമുള്ള ഉപാസ്മഹേ എന്നാണ്. ഉപാസ്മഹേ എന്ന് പറഞ്ഞാൽ ഉപാസിക്കുന്നു, ഞങ്ങൾ ഉപാസിക്കുന്നു എന്നാണ് അർത്ഥം. ഉപാസ്മഹേ എന്ന് പറയുന്നത് ബഹുവചനത്തിൽ പ്രയോഗിക്കപ്പെട്ട ഒരു ക്രിയാപദമാണ്. അതുകൊണ്ട് തന്നെ എന്റെ കർത്താവ് ഞങ്ങളാണ്. ഞങ്ങൾ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ആവാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേര്, വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അപ്പൊ വയം ഉപാസ്മഹേ, ഞങ്ങൾ ഉപാസിക്കുന്നു എന്നാണ് ഇതിന്റെ ആദ്യത്തെ പദം കിട്ടുന്നത്. ഞങ്ങൾ ഉപാസിക്കുന്നു. അപ്പൊ ഞങ്ങൾ ആരെയാണ് ഉപാസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ വരിയിലെ ആദ്യത്തെ പദം ത്വാം എന്ന് കിട്ടും. ത്വാം എന്ന് പറഞ്ഞാൽ നിന്നെ എന്നാണ് അർത്ഥം. നിന്നെ എന്ന് പറയുമ്പോൾ അങ്ങയെ, താങ്കളെ എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോ വയം ത്വാം ഉപാസ്മഹേ, അല്ലെങ്കിൽ ത്വാം ഉപാസ്മഹേ. വയം എന്നുള്ളത് ഈ ശ്ലോകത്തിലില്ല. പക്ഷെ ഉപാസ്മഹേ എന്നുള്ള ക്രിയ കണ്ടാൽ അതിന്റെ കർത്താവായിട്ട് നമുക്ക് എപ്പോഴും വയം എന്നുള്ള പദത്തെ മനസ്സിലാക്കാം. അതുകൊണ്ട് വയം പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഉപാസ്മഹേ എന്നുള്ള ബഹുവചന ക്രിയയിൽ നിന്ന് തന്നെ കർത്താവായ വയത്തെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ കിട്ടും. ത്വാം ഉപാസ്മഹേ, നിന്നെ ഞങ്ങൾ ഉപാസിക്കുന്നു. ത്വാം എന്ന് പറഞ്ഞാൽ നിന്നെ, അഥവാ ബഹുമാന സൂചകമായി നമുക്ക് താങ്കളെ, അങ്ങേ എന്നൊക്കെ പറയാം. എന്നിരുന്നാലും അങ്ങേ അഥവാ താങ്കളെ അഥവാ നിന്നെ ഞങ്ങൾ ഉപാസിക്കുന്നു. ത്വാം ഉപാസ്മഹേ, നിന്നെ ഞങ്ങൾ ഉപാസിക്കുന്നു. അപ്പോൾ ആരെയാണ് ഉപാസിക്കുന്നത്? നിന്നെ എന്ന് പറഞ്ഞു. ആ നിന്നെ എന്നുള്ളതിന് കുറെ വിശേഷണങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ട്.
ആ വിശേഷണങ്ങളെ ചേർത്ത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ശ്ലോകത്തിന്റെ അന്വയം നമുക്ക് ലഭിക്കും. അതിൽ ഒന്നാമത്തെ വിശേഷണമാണ് യോഗി മൃഗിതാം എന്നുള്ളത്. അത് ആദ്യ വരിയിൽ കാണാൻ സാധിക്കും. അംബ യോഗി മൃഗിതാം പരാഭിതാം എന്നതിൽ യോഗി മൃഗിതാം എന്നുള്ള ഒരു പദമുണ്ട്. യോഗി മൃഗിതാം. യോഗി മൃഗിതാം എന്നുള്ളത് ഈ നിന്നെ എന്ന് ഉദ്ദേശിക്കുന്ന ശാരദാംബികയുടെ വിശേഷണമാണ്. അപ്പൊ പദം പൂർണ്ണമായിട്ടും, ആ വാചകം പൂർണ്ണമായിട്ടും ഇപ്രകാരം ലഭിക്കുന്നു: ത്വാം യോഗി മൃഗിതാം ഉപാസ്മഹേ. യോഗി മൃഗിതയായ നിന്നെ ഞങ്ങൾ ഉപാസിക്കുന്നു എന്നർത്ഥം. മൃഗിതാം എന്ന് പറഞ്ഞാൽ, മൃഗ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നർത്ഥം, അന്വേഷിക്കുക. മൃഗിതാം, യോഗി മൃഗിതാം എന്ന് പറഞ്ഞാൽ യോഗികളാൽ അന്വേഷിക്കുന്ന, യോഗികൾ അന്വേഷിക്കുന്ന. യോഗികൾ അന്വേഷിക്കപ്പെടുന്നവളായ അങ്ങയെ ഞങ്ങൾ ഉപാസിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പദം. ഒന്നുകൂടി പറയാം. ത്വാം യോഗി മൃഗിതാം ഉപാസ്മഹേ. യോഗികൾ അന്വേഷിക്കുന്ന, യോഗികൾ അനുസന്ധാനം ചെയ്യുന്ന നിന്നെ ഞങ്ങൾ ഉപാസിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഒരു അഭിസംബോധനയുണ്ട്. അഭിസംബോധന എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പഠിച്ചു. ഹേ ശാരദേ, ഹേ ശ്രുതി വിശാരദാർച്ചിതേ ശാരദേ. അങ്ങനെ എല്ലാ ശ്ലോകങ്ങളിലും അമ്മയെ, ജഗദാംബികയെ, ശാരദാംബികയെ അഭിസംബോധന ചെയ്തിട്ടാണ് ബാക്കി അർത്ഥങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു അഭിസംബോധനയെ കാണാൻ സാധിക്കും. എവിടെയാണ് അഭിസംബോധന? ആദ്യത്തെ പദം തന്നെ അഭിസംബോധനയാണ്. അംബ എന്നുള്ള പദം. ഹേ അംബേ. ഹേ അംബേ എന്നില്ല, അംബ. അംബ എന്ന് പറഞ്ഞാൽ അഭിസംബോധനയാണ്. അല്ലയോ അമ്മേ എന്നർത്ഥം. അല്ലയോ അമ്മേ, യോഗികൾ അന്വേഷിക്കുന്ന അങ്ങയെ ഞങ്ങൾ ഉപാസിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഈ അല്ലയോ അമ്മ എന്നുള്ളത്, ഹേ അംബ എന്നുള്ളത് നമുക്ക് എല്ലാ ബാക്കി വരുന്ന എല്ലാ വിശേഷണങ്ങളുമായും ചേർത്ത് മനസ്സിലാക്കാം. ഇവിടെ ചെറിയൊരു സംശയം ആരെങ്കിലും നമ്മളോട് ഭാവിയിൽ ചോദിക്കുകയാണെങ്കിൽ പറയാൻ വേണ്ടി മാത്രം. കാരണം സംസ്കൃതത്തിൽ ഈ ആകാരാന്ത പദങ്ങളുണ്ട്. ആ ദീർഘ ആകാരം അവസാനമായിട്ട് വരുന്ന സ്ത്രീലിംഗ പദങ്ങൾ, ഇതെല്ലാം തന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്നായിട്ട് മാറും. ഉദാഹരണത്തിന് കന്യ, ഇതൊരു സ്ത്രീലിംഗ പദമാണ്. ആകാരാന്തം ദീർഘമാണ്. കന്യ എന്നാണ്, ദീർഘമാണ്. എല്ലാ സ്ത്രീലിംഗ പദങ്ങളും സംസ്കൃതത്തിൽ ദീർഘ ആകാരാന്തങ്ങളും ദീർഘ ഈകാരാന്തങ്ങളും ആയിരിക്കും. ഇപ്പൊ സാധന എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീലിംഗ പദമാണ്. സാധന എന്നുള്ള ദീർഘമുണ്ട്. സ്മൈൽ സാധന ട്രസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സാധന എന്ന് മാത്രം പറയും. ശരി. അപ്പൊ ഈ കന്യ എന്നുള്ള ഒരു ദീർഘപദമുണ്ട്. കന്യ, അതേപോലെ ലത, രമ, ഇവയൊക്കെ ഈ അഭിസംബോധന എന്ന് പറയുമ്പോൾ ഒരാള് വിളിക്കുന്ന രീതിക്കാണ് അഭിസംബോധന എന്ന് പറയുന്നത്. ഇത് മലയാളത്തിലുണ്ട്, സംസ്കൃതത്തിലുണ്ട്. ഇപ്പൊ ദീർഘ ആകാരാന്ത പദങ്ങളൊക്കെ നമ്മൾ അഭിസംബോധനയിൽ വരുമ്പോൾ ഏതായിട്ട് മാറും. ഇപ്പൊ കന്യ എന്നുള്ളത് കന്യേനായിട്ട് മാറും. അതേപോലെ ലത എന്നുള്ള ലതേന്നായിട്ട് മാറും. ഹേ ലതേ, ഹേ കന്യേ, ഹേ രമേ. രമ എന്നാണ് പേര്, പക്ഷെ അഭിസംബോധനയിൽ ഹേ രമേ എന്നായിട്ട് മാറും. അപ്പൊ ഇവിടെ ആരെങ്കിലും നമ്മൾ ചോദിക്കുകയാണ്, നോക്കൂ, ഇവിടെ കുമാരനാശാൻ പ്രയോഗിച്ച ഈ അംബ എന്ന് പറയുന്ന പദം അതൊരു അഭിസംബോധനയില്ല. കാരണം അഭിസംബോധന ആകണമെങ്കിൽ ഹേ അംബേ എന്ന് വരണം. അംബേ യോഗി മൃഗിതാം എന്ന് ആശാൻ പറഞ്ഞിട്ടില്ലല്ലോ. അംബ യോഗി മൃഗിതാം എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അംബ എന്നുള്ളത് അഭിസംബോധനയായിട്ട് പഠിച്ചത്, അല്ലയോ അമ്മേ എന്ന രീതിയിൽ അഭിസംബോധനയായിട്ട് പഠിച്ചത് ഉചിതമായില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കേണ്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് സംസ്കൃത വ്യാകരണത്തിൽ പാണിനി മഹർഷിയുടെ സൂത്രങ്ങളിൽ അംബാർത്ഥ നദ്യോ ഹ്രസ്വഹ എന്നൊരു സൂത്രം. അംബ എന്നർത്ഥമുള്ള പദങ്ങൾക്ക് ശേഷം സു എന്നുള്ള പ്രത്യയം വന്നു കഴിഞ്ഞാൽ ആ പദത്തിന്റെ അവസാനം ഹ്രസ്വമാകുന്നതാണ് സൂത്രം. അപ്പൊ ഏതൊരു പദവും സംസ്കൃതത്തിൽ ഉണ്ടാക്കുന്നത് സുബന്ധ പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ്. അപ്പൊ അംബ ദീർഘമാണ്. അംബ പ്ലസ് സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാക്ക് ശേഷം സു എന്നുള്ള പ്രത്യയം. അപ്പൊ ഈ അംബാർത്ഥ നദ്യോ ഹ്രസ്വഹ എന്നുള്ള ആ സൂത്രം വെച്ചിട്ട് അംബ എന്നുള്ളതിന്റെ ദീർഘ ആകാരം അത് ലോപിച്ചു പോയി. അങ്ങനെ ഹ്രസ്വമായി അംബ. ഹ്രസ്വമായതിനു ശേഷം വീണ്ടും അംബ പ്ലസ് സു അവിടെ ഉണ്ട്. അപ്പൊ സൂല് ഒരു ഊകാരമുണ്ട്. ആ ഊകാരം ഉപദേശ അനുനാസിക ഇത്ത് എന്നുള്ള സൂത്രം ഉപയോഗിച്ച് അതിന് ഇത്ത് സംജ്ഞ വരികയും പിന്നെ തസ്യ ലോപ എന്നുള്ളൊരു നിയമം വെച്ചിട്ട് അത് ലോപിക്കുകയും ചെയ്യുന്നു. അപ്പൊ അംബ പ്ലസ് സ് എന്നായിട്ട് മാറി. അപ്പൊ ഈ അംബ പ്ലസ് സ് എന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ
സ് എന്നുള്ള വർണ്ണം ഋത്വ വിസർഗം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ വിസർഗമായിട്ട് മാറുകയും അംബഹ എന്നായിട്ട് വരികയും ചെയ്യുന്നു. അംബഹ. പക്ഷെ അംബഹ എന്നുള്ള പദം ഇവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ തെറ്റായിട്ട് വരും. അപ്പോഴെന്ത് സംഭവിക്കുന്നു? ഏങ്ങ ഹസ്വാദ സമ്പുദ്ധ എന്നുള്ള മറ്റൊരു നിയമമുണ്ട് വ്യാകരണത്തിൽ. ആ നിയമം വെച്ചിട്ട് ഈ സ് അംബ പ്ലസ് സിയിലെ ആ സ് പൂർണ്ണമായിട്ട് ലോപിക്കുന്നു. ആ സ് എന്നുള്ളൊരു വ്യഞ്ജനമാണ്. ഇത് മനസ്സിലായാലും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ആ വ്യഞ്ജനം പൂർണ്ണമായിട്ട് ലോപിക്കുന്നു. അപ്പൊ എന്തായിട്ട് മാറി? അംബ മാത്രം അവശേഷിച്ചു. അപ്പൊ ഹേ അംബ എന്നുള്ളത് അഭിസംബോധന തന്നെയാണ്. ഇത് പറയാൻ കാരണം ഹേ അംബെ എന്നുള്ളതല്ലേ അഭിസംബോധന എന്നുള്ള ശക്തമായ ഒരു സംശയം വന്നേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചേക്കാം. അപ്പോൾ ഈ പ്രക്രിയകളൊക്കെ വഴി ഹേ അംബെ എന്നുള്ളത് ഒരിക്കലും വരില്ല. മറിച്ച് അംബാർത്തൻ അദ്യോ ഹസ്വഹ എന്നുള്ള വ്യാകരണ നിയമം കൊണ്ട് അംബ എന്നുള്ളത് തന്നെയാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? അവിടെ അഭിസംബോധനായിട്ട് വരുന്നത്. അപ്പൊ കുമാരനാശ ആദ്യത്തെ വരിയില് ഫസ്റ്റ് പദമായി പറഞ്ഞിരിക്കുന്ന അംബ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അത് ശാരദാംബികയെ അഭിസംബോധന ചെയ്തതാണ്. ഹേ അംബ, അല്ലയോ അമ്മേ, അല്ലയോ ശാരദാംബികെ, ത്വാം യോഗി മൃഗിതാം ഉപാസ്മഹേ, യോഗികൾ അന്വേഷിക്കുന്ന, യോഗികൾ അനുസന്ധാനം ചെയ്യുന്ന അങ്ങയെ ഞങ്ങൾ ഉപാസിക്കുന്നു. ഇതാണ് ആദ്യ പദം. ഹേ അംബ ത്വാം യോഗി മൃഗിതാം ഉപാസ്മഹേ എന്നുള്ളത് ആദ്യ പദം. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിശേഷണം എന്താണ്? പരാഭിധാം എന്നാണ് രണ്ടാമത്തെ വിശേഷണം. അഭിധ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ് അർത്ഥം. പരാഭിധ എന്ന് പറഞ്ഞാൽ പര എന്നുള്ള പേരോട് കൂടിയവൾ എന്നർത്ഥം. ഇവിടെ നമ്മൾ യോഗി മൃഗിതാം പരാഭിധാം ആം ആം എന്ന് കാണാം. അതെല്ലാം ദ്വിതീയ വിഭക്തിയിലാണ്. കാരണം ത്വാം എന്നുള്ളത് ദ്വിതീയ വിഭക്തിയിലാണ്, നിന്നെ എന്നാണ്. അപ്പൊ ത്വാമിന്റെ വിശേഷണമായിട്ട് നീ എങ്ങനെയുള്ളവളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ദ്വിതീയ വിഭക്തിയിൽ ചേർത്തിരിക്കുന്നത്. പേര് പരാഭിധ എന്നാണ്. അപ്പൊ അതിന്റെ വിഭക്തി അനുസരിച്ച് പരാഭിധ എന്നുള്ളത് ശ്ലോകത്തിൽ വന്നു എന്നേ ഉള്ളൂ. അപ്പൊ അഭിധ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ് അർത്ഥം. പര എന്ന് പറഞ്ഞാൽ പര എന്ന് പേരോട് കൂടിയവർ. രണ്ടാമത്തെ വാചകം നമുക്ക് എങ്ങനെ പൂർത്തീകരിക്കാം? നേരത്തെ പറഞ്ഞ അഭിസംബോധന ആദ്യം കൊണ്ടുവരിക. ഹേ അംബ ത്വാം പരാഭിധാം ഉപാസ്മഹേ, അല്ലയോ അമ്മേ, പര എന്ന് പേരുള്ള അങ്ങയെ ഞങ്ങൾ ഉപാസിക്കുന്നു. ഇത് രണ്ടാമത്തെ വാചകം കിട്ടി. ഇനി മൂന്നാമത്തെ വാചകമാണ്, മൂന്നാമത്തെ വിശേഷണമാണ് വിഭിന്ന പരിണാമ സുന്ദരി. രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ വാചകം വിഭിന്ന പരിണാമ സുന്ദരി, അതൊരു വിശേഷണമാണ്. അപ്പൊ ആ വിശേഷണം നമുക്ക് എങ്ങനെ ഇപ്രകാരം ചേർത്ത് മനസ്സിലാക്കാം? ഹേ അംബ ആദ്യം കൊണ്ടുവരിക അഭിസംബോധന. അല്ലയോ അമ്മേ, ത്വാം വിഭിന്ന പരിണാമ സുന്ദരീം ഉപാസ്മഹേ, അല്ലയോ അമ്മേ, വിഭിന്നങ്ങളായ പരിണാമങ്ങളാൽ സുന്ദരിയായ അങ്ങയെ ഞങ്ങൾ ഉപാസിക്കുന്നു എന്നർത്ഥം. ഇനി അടുത്ത വിശേഷണം എന്താണ്? പുഷ്കലാർത്ഥ വിഭവം എന്നാണ് അടുത്ത വിശേഷണം. ഇതേപോലെ തന്നെ നമ്മൾക്ക് അഭിസംബോധന ആദ്യം കൊണ്ടുവരാം. ഹേ അംബ ത്വാം പുഷ്കലാർത്ഥ വിഭവാം ഉപാസ്മഹേ, അല്ലയോ അമ്മേ, പുഷ്കലാർത്ഥ വിഭവസ്വരൂപിണിയായ അമ്മയെ അഥവാ നിന്നെ, അങ്ങയെ ഞങ്ങൾ ഉപാസിക്കുന്നു. പുഷ്കലം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ, നിറഞ്ഞു നിൽക്കുന്ന, ഘനീഭവിച്ച അർത്ഥം. വിഭവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം സമ്പത്തുകൾ, സമ്പന്നമായ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ വാചകത്തെ മനസ്സിലാക്കാം. അല്ലയോ അമ്മേ, പൂർണ്ണമായ അർത്ഥസമ്പത്തുള്ളവളായ അങ്ങയെ ഞങ്ങൾ ഉപാസിക്കുന്നു. വയം ഉപാസ്മഹേ. ഇനി വീണ്ടും വിശേഷണം വരുന്നുണ്ട്. അവസാനത്തെ വിശേഷണമാണ് സ്ഫോടദർശിത വിചിത്ര വിഭ്രമ. ഒറ്റ പദമാണ്. അപ്പൊ ആ വിശേഷണത്തിന് കൂടെ ത്വാം എന്ന് ചേർക്കാം. എന്നിട്ടോ അവസാനം ഉപാസ്മഹേ ചേർക്കാം. ഹേ അംബ ത്വാം സ്ഫോടദർശിത വിചിത്ര വിഭ്രമാം ഉപാസ്മഹേ, അല്ലയോ അമ്മേ, സ്ഫോടദർശിത വിചിത്ര വിഭ്രമയായ അങ്ങയെ, നിന്നെ ഞങ്ങൾ ഉപാസിക്കുന്നു. അതിനർത്ഥം സ്ഫോടം വഴി കാണിക്കപ്പെടുന്ന അത്ഭുതകരമായ വിലാസങ്ങളോടുകൂടിയ അങ്ങയെ ഞങ്ങൾ ഉപാസിക്കുന്നു. സ്ഫോടം എന്നുള്ളൊരു പ്രക്രിയയുണ്ട്. ആ സ്ഫോടത്തിലൂടെ അത്ഭുതകരമായ വിചിത്രങ്ങളായ ലീലകളെ അല്ലെങ്കിൽ ഈ വിഭ്രമാത്മകമായ ജഗത്തിനെ ഉണ്ടാക്കുന്ന അങ്ങയെ ഞങ്ങൾ ഉപാസിക്കുന്നു. ഇത്രയുമാണ് ഈ ശ്ലോകത്തിന്റെ അന്വയ താല്പര്യം. അപ്പൊ ഇതിനെ മൊത്തത്തിൽ നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഹേ അംബ ത്വാം യോഗി മൃഗിതാം പരാഭിധാം
വിഭിന്ന പരിണാമ സുന്ദരീം പുഷ്കലാർത്ഥ വിഭവാം സ്ഫോടദർശിത വിചിത്ര വിഭ്രമാം ഉപാസ്മഹേ എന്ന് കിട്ടും. എന്താണ് എന്റെ അർത്ഥം? അല്ലയോ അമ്മേ, യോഗികളാൽ അന്വേഷിക്കപ്പെടുന്നവളായ പര എന്ന പേരോട് കൂടിയ വിഭിന്ന പരിണാമ സുന്ദരിയായ പൂർണമായ അർത്ഥസമ്പത്തുള്ളവളായ സ്ഫോട ദർശനത്താൽ അല്ലെങ്കിൽ സ്ഫോടത്താൽ വിചിത്ര വിഭ്രമങ്ങളായി ജഗത്തിനെ ഉണ്ടാക്കുന്നവളായ അങ്ങയെ, നിന്നെ ഞങ്ങൾ ഉപാസിക്കുന്നു. ഇത്രയുമാണ് ഈ പദത്തിന്റെ, ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ അർത്ഥം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ അർത്ഥത്തെ ഓരോ വിശേഷണങ്ങളെയും ആധാരമാക്കി ചെറുതായിട്ട് നമുക്ക് വിചാരം ചെയ്യാൻ സാധിക്കും, അനുസന്ധാനം ചെയ്യാൻ സാധിക്കും. ഇപ്രകാരം അർത്ഥത്തെ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അനുസന്ധാന വിചാരം തെറ്റായ ദിശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു ശ്ലോകവും കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ അതിനെ കൃത്യമായി നമ്മൾ ക്രമീകരിക്കുകയും, അങ്ങനെ ക്രമീകരിച്ചു കഴിഞ്ഞ് അതിന്റെ പ്രാഥമികമായ അർത്ഥം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ അർത്ഥത്തിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ട് തന്നെ പിന്നെ നമ്മുടേതായ യുക്തിയും ബുദ്ധിയും മറ്റു ഗ്രന്ഥങ്ങളുടെ സഹായവും ഗുരുവിന്റെ മറ്റു കൃതികളുടെയും കുമാരനാശാന്റെ മറ്റു കൃതികളുടെയും പൊതുവായ താല്പര്യത്തെയും ഒക്കെ മനസ്സിലാക്കി ഈ അർത്ഥത്തെ വ്യാഖ്യാനം ചെയ്യാം. ഇങ്ങനെ അർത്ഥത്തെ ക്രമീകരിക്കാതെ നമ്മൾ ശ്ലോകം വായിച്ച് അതിന്റെ പദങ്ങളെ മനസ്സിലാക്കാതെ, അർത്ഥത്തെ മനസ്സിലാക്കാതെ നേരിട്ട് വ്യാഖ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യാഖ്യാനവും ശ്ലോകവുമായിട്ടുള്ള ബന്ധമുണ്ടാകില്ല. നമ്മുടെ വ്യാഖ്യാനം ചിലപ്പോൾ ശ്ലോകം ഉദ്ദേശിക്കാത്ത വഴിയിലേക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും ആദ്യമായിട്ട് വേണ്ടത് അന്വയം എന്ന് പറയും. അത് മലയാളമായാലും സംസ്കൃതമായാലും ഏത് ഭാഷയായാലും അതിൽ എന്താണോ പദം തന്നിരിക്കുന്നത് ആ പദത്തിന്റെ അർത്ഥത്തെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ വ്യാഖ്യാനം നൽകേണ്ടത്. ആ പദമാണ് നമുക്ക് പ്രമാണം. അപ്പൊ ആശാന്റെ വാചകമാണ്, ആശാൻ നേരിട്ട് പ്രയോഗിച്ച പദമാണ് നമ്മെ സംബന്ധിച്ച് സമ്പത്ത്. നമ്മെ സംബന്ധിച്ച് അതിൽ പ്രയോഗിച്ചിരിക്കുന്ന പദമാണ് ആശ്രയം. ആ ആശ്രയത്തെ ആധാരമാക്കിയിട്ട് വേണം വ്യാഖ്യാനത്തിലേക്ക് കടക്കാൻ. അതിനെ നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ ശ്ലോകം വായിക്കുന്നു. ശ്ലോകം വായിച്ച ഉടനെ തന്നെ പിന്നീട് നമ്മൾ മനോകൽപ്പിതങ്ങളായ അർത്ഥങ്ങൾ പറയുന്നു. ആ അർത്ഥത്തെ ഈ ശ്ലോകത്തിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ശിവാനി വിദദാതു എന്നൊരു വാചകം പറഞ്ഞു. ശിവാനി വിദദാതു എന്ന് പറയുമ്പോൾ ശിവം എന്ന് പറയുന്ന ഒരു നൗണിന്റെ ബഹുവചനമാണ് ശിവാനി. മംഗളങ്ങളെ എന്നർത്ഥം. മംഗളങ്ങളെ നൽകട്ടെ എന്നാണ് അർത്ഥം. അപ്പൊ ശിവം എന്നുള്ളതിന്റെ ബഹുവചനമാണ് ശിവാനി എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളിത് ചിന്തിക്കും, ശിവാനി എന്ന് പറഞ്ഞാൽ അത് പാർവതിയുടെ അല്ലെങ്കിൽ ദേവിയുടെ പര്യായമാണ്. അപ്പൊ ശിവാനി, പാർവതി എനിക്ക് മംഗളങ്ങളെ തരട്ടെ, അല്ലെങ്കിൽ പാർവതി നൽകട്ടെ എന്നുള്ള വേറെ ഒരു തരത്തിലേക്ക് അർത്ഥം ചിന്തിക്കുകയും ആ അർത്ഥത്തിന് അനുസരിച്ച വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നപ്പോൾ വീണ്ടും പറയാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. മഹനീയ ചരിത്രായ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും മഹത്തായ ചരിത്രമുള്ളത് എന്ന അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ സ്ഫുരിതമാകുന്നത്. കാരണം മലയാളത്തിൽ ആ ഭാഷയ്ക്ക് ആ പ്രയോഗിച്ചിരിക്കുന്ന ആ വാചകത്തിന് സാമ്യത ഉള്ളത് കൊണ്ട് മഹനീയ ചരിത്രായ എന്ന് പറയുമ്പോൾ ആ മഹത്തായ ചരിത്രമുള്ളതാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ അനീയർ എന്നുള്ള പ്രത്യയമുണ്ട്. അനീയർ എന്ന് പറഞ്ഞാൽ യോഗ്യത എന്നാണ് അർത്ഥം. ആ പ്രത്യയം നമ്മൾ ഏത് ധാതുവിന്റെ കൂടെ ചേർത്താലും അതിന്റെ യോഗ്യത എന്ന് മനസ്സിലാക്കാം. പഠ് എന്നുള്ള ധാതുവിന്റെ കൂടെ അനിയര് ചേർത്താൽ എന്തായിട്ട് മാറും? പഠനീയമായിട്ട് മാറും. പഠിക്കുവാൻ യോഗ്യമായത്. ചിന്തിക്കുവാൻ യോഗ്യമായതാണ് ചിന്തനീയം. ഗമിക്കുവാൻ യോഗ്യമായതാണ് ഗമനീയം. അതുപോലെ മഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂജ എന്നാണ്. മഹ് പൂജായം എന്ന് പറയും. അപ്പൊ മഹ് പ്ലസ് അനിയര് എന്ന് പറഞ്ഞാൽ പൂജിക്കുവാൻ യോഗ്യമായത് എന്നർത്ഥം. പൂജിക്കുവാൻ യോഗ്യമായതാണ് എന്ത്? ചരിത്രം. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്ന ഹിസ്റ്ററി, നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കുന്ന ചരിത്രമല്ല, അവിടെ പ്രയോഗിച്ച ചരിത്രം. ചരിത്രത്തിന്, മലയാളത്തിലെ ചരിത്രത്തിന് സംസ്കൃത ഭാഷയിൽ ഇതിഹാസം എന്നാണ് പറയുന്നത്. ഇതിഹാസം, ഇപ്രകാരം ഉണ്ടായിരുന്നു പോയി, അത് ചേർത്തിട്ട് ഇതിഹാസം എന്ന് പറയുന്നു. പക്ഷേ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വം എന്നാണ് അർത്ഥം. ചരിത്രം, ചരിത്രവാൻ, ചാരിത്രം, വ്യക്തിത്വം, വ്യക്തിശുദ്ധിയെയാണ് ചരിത്രം എന്ന വാക്കിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ മഹനീയ ചരിത്ര എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ആ വ്യക്തി വൈഭവത്തെ, വ്യക്തിവിശേഷം എന്താണ്? പൂജിക്കുവാൻ യോഗ്യമായത് എന്നർത്ഥം. ഈ അർത്ഥം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗുരുദേവൻ പൂജയ്ക്ക് അർഹമാകുന്നു, ഗുരുവിനെ എന്തുകൊണ്ട് പൂജിക്കണം എന്നുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. പക്ഷെ ഈ അർത്ഥബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായില്ലെങ്കിലോ നമ്മൾ സാമാന്യമായിട്ട് മഹത്തായ ചരിത്രം എന്ന് മാത്രമുള്ള അർത്ഥം
ആണതിന് കൽപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള അനുസന്ധാനത്തിലേക്ക് കടക്കും. അപ്പോഴെപ്പോഴും ആ പദത്തിന്റെ ഏത് ശ്ലോകത്തിലായാലും മലയാളത്തിലായാലും സംസ്കൃതത്തിലായാലും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഗുരുദേവനായിക്കൊള്ളട്ടെ, കുമാരനാശാനായിക്കൊള്ളട്ടെ, ആ ശ്ലോകത്തിൽ പ്രയോഗിച്ച പദങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ പദങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നമ്മൾ വ്യാഖ്യാന കൗശലങ്ങളിലേക്ക് നടക്കരുത്. ആ പദമാണ് നമ്മുടെ കരുത്ത്. ആ പദത്തിന്റെ ആധാരത്തിലാണ് സിദ്ധാന്തം വികസിതമാകുന്നത്. പദമാണ് പ്രമാണം. അതുകൊണ്ട് ഇങ്ങനെ പദാർത്ഥത്തെ ക്രമീകരിച്ച് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ആധാരത്തിൽ പിന്നീട് വ്യാഖ്യാനങ്ങളിൽ കിടക്കാം. അപ്പൊ ഒന്നാമത്തെ വിശേഷണം എന്താണ്? ഒന്നാമത്തെ വിശേഷണമായിട്ട് നാം ഇവിടെ എടുക്കേണ്ടത്, നമുക്ക് ഏതാണ്ടൊരു 5ഓളം വിശേഷണങ്ങൾ നമുക്ക് കിട്ടും ആ ശ്ലോക സച്ചിൽ. 1 യോഗി മൃഗിതാം എന്നാണ്, 2 പരാഭിതാം എന്നാണ്, 3 വിഭിന്ന പരിണാമ സുന്ദരി എന്നാണ്, 4 പുഷ്കലാർത്ഥ വിഭവ എന്നാണ്, 5 സ്ഫോടദർശിത വിചിത്ര വിഭ്രമ. ഇതെല്ലാം ശാരദാംബയുടെ വിശേഷണങ്ങളായിട്ട്, ശാരദാംബയുടെ സ്തുതികളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. 5 വിശേഷണം. ഈ 5 വിശേഷണങ്ങളുടെ ആധാരമായി വർത്തിക്കുന്ന വിശേഷണം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ വിശേഷണമാണ്. ഏറ്റവും അവസാനത്തെ വിശേഷണം ഏതാണ്? സ്ഫോടദർശിത വിചിത്ര വിഭ്രമ എന്നാണ്. അത് ആ പദം നില നമ്മൾ വായിക്കും, ആ വാചകം വായിക്കുമ്പോഴത്തേനും സ്ഫോടനം ഉണ്ടാകുന്നു. സ്ഫോടദർശിത വിചിത്ര വിഭ്രമ, അതാണ് ആശാന്റെ കാവ്യകൗശലം. ഏത് പദമാണ് എഴുതുന്നത് ആ പദത്തിന്റെ അർത്ഥം, ആ പദം, ആ വാചകം വായിക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ സ്ഫുരിതമാകും. അപ്പൊ സ്ഫോടദർശിത വിചിത്ര വിഭ്രമ എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ 4ാമത്തെ ശ്ലോകത്തിന്റെ ആണിക്കല്ലായി വർത്തിക്കുന്ന വാചകം അഥവാ വിശേഷണം. അപ്പൊ സ്ഫോടദർശനം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സിദ്ധാന്തമാണ്, തിയറിയാണ്. ഭാരതത്തിലെ വളരെ പ്രസിദ്ധമായ ശബ്ദശാസ്ത്രവുമായി ബന്ധപ്പെട്ട, വ്യാകരണവുമായി ബന്ധപ്പെട്ട വലിയൊരു ദർശനമാണിത്, സ്ഫോട ദർശനം. അപ്പൊ പാണിനി മഹർഷിയാണ് വ്യാകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാന കൃതിയായ അഷ്ടാധ്യായി എഴുതിയത്. 4000ഓളം സൂത്രങ്ങളുള്ള സൂത്രശൈലിയിൽ രചിക്കപ്പെട്ട വലിയ ബൃഹത്തായ, അതേസമയം അത്ഭുതകരമായ പൂർവാപര ബന്ധങ്ങൾ ഇത്രയും ഗംഭീരമായി കണക്ട് ചെയ്ത് മനുഷ്യ മനസ്സിന്റെ ബുദ്ധിക്ക് ഇത്രയും ഉച്ചതമായ അവസ്ഥയിൽ എത്താൻ കഴിയുമെന്നും തെളിയിച്ച ഒരു മഹനീയമായ ഗ്രന്ഥമാണ് അഷ്ടാധ്യായി. ആ അഷ്ടാധ്യായിൽ പാണിനി മഹർഷി പഴയ കാലത്തെ ചില ആചാര്യന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പല പല സന്ദർഭങ്ങളായിട്ട്. അതിൽ വ്യാകരണത്തില് പാണിനി മഹർഷി പരാമർശം ചെയ്ത ഒരു ആചാര്യനാണ് സ്ഫോടായനൻ എന്ന് പറയുന്നത്. അദ്ദേഹം പാണിനി മഹർഷിക്ക് മുമ്പ് ജീവിച്ചിരുന്ന വലിയൊരു വൈയാകരണൻ ആയിരുന്നു. വൈയാകരൻ മീൻസ് വ്യാകരണ വിദഗ്ധനെയാണ് വൈയാകരണൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്ഫോടായനൻ എന്നുള്ള പേരിൽ നമുക്ക് സ്ഫോട ദർശനത്തിന്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു. ഈ സ്ഫോടായനാണ് ആദ്യമായിട്ട് ഇങ്ങനെ സ്ഫോട ദർശനത്തെ കുറിച്ചൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയത്. അതിനുശേഷം വ്യാകരണത്തിന് മഹാഭാഷ്യം എഴുതിയ പതഞ്ജലി മഹർഷിയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെ ഈ സ്ഫോട ദർശനം എന്ന രീതിയിൽ ഒരു ഉജ്ജ്വലമായ ദർശനത്തെ, ആ ദർശനം ലോകത്ത് എറ്റിമോളജി, ഈ ശാസ്ത്രങ്ങൾ, പദശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്ന പൗരസ്ത്യരും പാശ്ചാത്യരുമായിട്ടുള്ള ഒരുപാട് പേര് വളരെ ആദരവോടുകൂടി, വളരെ ഗൗരവ ബുദ്ധിയോടുകൂടി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഭാരതീയ വ്യാകരണത്തിന്റെ ഒരു ഭാഗമായ സ്ഫോട ദർശനം. ആ സ്ഫോട ദർശനത്തെ ഇത്ര രീതിയിൽ ഇത്ര കണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് പിന്നീട് വന്ന ഭർതൃഹരി എന്ന് പറയുന്ന വലിയ വിദ്വാനാണ്. ഭർതൃഹരിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഭർതൃഹരി വലിയ ഒരു വിദ്വാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ സമൂഹത്തിന് സംഭാവന നൽകിയ മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹം എഴുതിയ വാക്യപദീയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ വാക്യപദീയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ സ്ഫോട ദർശനത്തെ കുറിച്ച് ഭർതൃഹരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് വാസ്തവത്തിൽ ഉപനിഷത്തിൽ അടങ്ങിയ ഔപനിഷദികമായ ഒരു ദർശനമാണ് സ്ഫോട ദർശനം. പക്ഷെ അതിനെ ജനകീയമാക്കുന്നതിൽ ഭർതൃഹരിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോ സ്ഫോട ദർശനം എന്ന് പറയുന്നത് എന്താണ്? സ്ഫോടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫോടനം, പൊട്ടുക, പൊട്ടിത്തെറിക്കുക, നമ്മൾ മലയാളത്തിൽ കേൾക്കുന്ന സ്ഫോടനം. ഇത് തന്നെയാണ് ഈ സ്ഫോട എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടത്. പുട്യതേ അർത്ഥ അസ്മാത് ഇതി സ്ഫോട എന്ന് പറഞ്ഞാൽ പൊട്ടി വിടരുക, പൊട്ടി വികാസം പ്രാപിക്കുക, പൊട്ടിത്തെറിക്കുക. ഇതിനെയാണ് സ്ഫോടനം എന്ന് പറയുന്നത്. ഇവിടെ സ്ഫോടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ശബ്ദം, ആ ശബ്ദം നമ്മൾ കേൾക്കുന്ന വേളയിൽ, ആ ശബ്ദം നമ്മൾ ശ്രവിക്കുന്ന വേളയിൽ നമ്മുടെ ഉള്ളിൽ
നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അർത്ഥചിന്തനമാണ്, അർത്ഥബോധമാണ് വാസ്തവത്തിൽ സ്ഫോടനം എന്ന് പറയുന്നത്. ഒരു ശബ്ദം നമ്മൾ കേൾക്കുകയാണ്, താമര എന്നുള്ള ശബ്ദം നമ്മൾ കേട്ടുന്നു വരുന്നത്. ആ താമര എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ താമരയുടെ അർത്ഥബോധം പൊട്ടിവിടരുന്നു. ആ ശബ്ദം കേട്ട മാത്രയിൽ ആ ശബ്ദത്തെക്കുറിച്ച് മുൻകാല ആ ശബ്ദം ഇന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്നതാണ് എന്ന മുൻകാല അർത്ഥം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, സംസ്കാരം ഉണ്ടെങ്കിൽ, താമര എന്നുള്ള ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉടനെ ആ അർത്ഥം പൊട്ടിവിടരും. താമര. ഒരു ശബ്ദം നമ്മുടെ ഉള്ളിൽ കേട്ട് ആ ശബ്ദത്തിന്റെ അർത്ഥം ഒരു സ്ഫോടനത്തിലൂടെയാണ് പൊട്ടിവിടരുന്നത്. ആ അർത്ഥം പൊട്ടിവിടരുന്ന ആ ഭാവം ഒരു സ്ഫോടനാത്മകമാണ്, സൂക്ഷ്മമായ രീതിയിൽ. അതിനെയാണ് ഇത് പറയുന്നത് സ്ഫോട ദർശനം എന്ന് പറയുന്നത്. നമുക്ക് കേവലം വാചകം, കേവലം അക്ഷരങ്ങൾ കേട്ടത് കൊണ്ട് സ്ഫോടനം ഉണ്ടാവില്ല. താ മ ര എന്നുള്ള അക്ഷരങ്ങൾ കേട്ടത് കൊണ്ട് ഒരിക്കലും സ്ഫോടനം ഉണ്ടാവില്ല. മറിച്ച് ആ താമര എന്നുള്ളത് ചേർത്ത് ഒരു വാക്യമായിട്ട് താമര എന്ന് കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയുകയും, അത് മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തത് നിമിഷം തന്നെ ഒരു സ്ഫോടനത്തിലൂടെ അതിന്റെ അർത്ഥചിന്ത നമുക്ക് വെളിവാകുകയും ചെയ്യും. ഇതാണ് സ്ഫോട ദർശനത്തിന്റെ അടിസ്ഥാന തത്വം. എന്താണ്? ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ ശബ്ദത്തിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ പൊട്ടിവിടരുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്ഫോടം എന്ന് പറയുന്നത്. ഇങ്ങനെ ശബ്ദത്തിന് അർത്ഥം പൊട്ടിപിരിയുന്ന സ്ഫോടത്തിനൊരു പ്രക്രിയയുണ്ട്. ശബ്ദം ഉത്പന്നമാവുകയും ആ ശബ്ദം നമ്മളിൽ അർത്ഥബോധത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്ഫോടത്തിന് ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ മുഖ്യമായിട്ട് 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ 3 ഘട്ടങ്ങളെ കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാം. നമ്മൾ പലരും പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട്, പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട്, നമ്മൾ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ 3 ഘട്ടങ്ങളെയാണ് ഭർതൃഹരി എന്തു പറയുന്നത്? പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറയുന്നത്. ഈ 3 വാചകങ്ങൾ നിങ്ങളിൽ പലർക്കും, ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരു പക്ഷേ ഇതിനു മുമ്പ് കേട്ട വാചകങ്ങളായിരിക്കാം. പശ്യന്തി, മധ്യമ, വൈഖരി. ഇങ്ങനെയാണ് ശബ്ദം ക്രമേണ മുന്നോട്ട് പോയി സ്ഫോടം എന്ന് പറയുന്ന ആ അവസ്ഥ ഉണ്ടാക്കുന്നത്. അപ്പൊ ചില ആളുകൾ പര എന്നുള്ളൊരു പ്രക്രിയ കൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാറുണ്ട്. പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ പര എന്നുള്ളത് ഭർതൃഹരി പറഞ്ഞിട്ടില്ല. പര എന്നുള്ളത് പിന്നീട് ചില തന്ത്രശാസ്ത്രജ്ഞന്മാര്, താന്ത്രിക വിദ്വാൻമാര് ചേർത്ത ചില കാര്യങ്ങളാണ്. മുഖ്യമായിട്ട് ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ്, പശ്യന്തി, മധ്യമ, വൈഖരി എന്നുള്ള 3 കാര്യങ്ങളെ കുറിച്ചാണ് ഭർതൃഹരി പറഞ്ഞിട്ടുള്ളത്. അതിൽ പശ്യന്തി എന്ന് പറഞ്ഞാൽ നാം ഒരാളോട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് കരുതുക. ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് ആശയങ്ങളായി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബോധത്തിൽ സൂക്ഷ്മതലത്തിൽ ഇരിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വരൂ എന്നൊരു വ്യക്തിയോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിലറിയാം ഞാൻ ആരെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നീ എന്ന പദത്തിലൂടെ ഞാൻ ആരെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരൂ എന്നതിലൂടെ എങ്ങോട്ടേക്ക് വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ അറിയാം. നമ്മുടെ ഉള്ളിൽ അറിയാതെ നമ്മൾ വെറുതെ ചുമ്മാ നീ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് വെറുതെ പറയില്ലല്ലോ. അവൻ ആരാണെന്നും അവൻ എങ്ങോട്ടേക്കാണ് വരുന്നതെന്നും എങ്ങോട്ടേക്കാണ് വരേണ്ടതെന്നും അവനെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ കാരണം എന്ത് എന്നുള്ള പരിപൂർണമായ ആശയം സൂക്ഷ്മ രൂപത്തിൽ ബോധതലത്തിൽ നമ്മളിലുണ്ട്. ആ ആശയത്തിൽ നിന്നാണ് പിന്നെ വാക്കുണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും പ്രാഥമികമായ കാര്യം ആ ആശയമാണ്. അപ്പൊ ആ ആശയത്തെ എന്തു പറയുന്നു? ആ ആശയത്തെയാണ് പശ്യന്തി എന്ന് പറയുന്നത്. നാം ആ ശബ്ദത്തിന്, ആ ശബ്ദം ഉണ്ടാകാൻ ഇടയായ ഹേതുക്കൾ, ആ ശബ്ദത്തിന്റെ അർത്ഥത്തിന് ഉള്ള കാര്യകാരണങ്ങൾ, അതിൽ നീ എന്നുള്ളത് ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങോട്ടേക്ക് എന്നുള്ളത് എവിടേക്കാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വരൂ എന്ന്, ഇപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം എന്താണ്, ഇതെല്ലാം പശ്യന്തി എന്നുള്ള ഭാവത്തിൽ എൻ്റെ അന്ധകരണത്തിൽ ബോധതലത്തിലുണ്ട്. ആ ബോധത്തിൽ ഉള്ള ഈ പശ്യന്തി അക്ഷരങ്ങൾ, പശ്യന്തി വാക്കുകൾ എന്തായിട്ട് മാറുന്നു? അതിനെ ബുദ്ധി ക്രമേണ വാക്കുകളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഇപ്പോ ദൂരെ ഒരു വ്യക്തി നിൽക്കുന്നു, ആ വ്യക്തി നമ്മൾ കണ്ടു, അവൻ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ള സങ്കല്പം ഉണ്ടായി. സങ്കല്പം ഉണ്ടായാൽ അവനത് അറിയിക്കണം. അവനത് അറിയിക്കണമെങ്കിൽ വാക്കുകളായിട്ട് പുറത്തേക്ക് വരണം. അപ്പൊ ഈ സങ്കല്പത്തെ എന്തു പറയാം? പശ്യന്തി എന്ന് പറയാം. ഈ സങ്കല്പത്തെ വാക്കുകളായിട്ട് ബുദ്ധി നിർമ്മിക്കുന്ന ഒരു ഘട്ടമുണ്ട്, 2ാമത്തെ ഘട്ടമാണ്. ആ ഘട്ടത്തിൽ എന്ത് പറയാം? ആ ഘട്ടത്തെ മധ്യമ എന്ന് പറയും.
അങ്ങനെ ആ ഘട്ടം കഴിഞ്ഞ് വാക്കുകളിലൂടെ, നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ, വാഗിന്ദ്രിയത്തിലൂടെ നമ്മുടെ ആശയത്തെ മധ്യമ കഴിഞ്ഞ് വാക്കിലൂടെ പുറത്തേക്ക് വിടുന്നു. നീ ഇങ്ങോട്ട് വിടാ, നീ ഇങ്ങോട്ട് വാടാ, അല്ലെങ്കിൽ താങ്കൾ ഇങ്ങോട്ട് വന്നാലും. ഈ വാക്കുകൾ എന്ന് പറയാം വൈഖരി എന്ന് പറയാം. വൈഖരി. അപ്പൊ നമ്മള് ഒരാളുടെ വൈഖരി വാണിയാണ് കേൾക്കുന്നത്. അയാളുടെ പശ്യന്തിയെ നമ്മൾ തൽക്കാലം അറിയുന്നില്ല. പശ്യന്തി അറിയാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ നാം കേൾക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ശ്രവിക്കുന്നു. ഈ ശ്രവിക്കുന്ന എന്റെ വാചകങ്ങള് എന്റെ മനസ്സിലുണ്ട്. ആ മനസ്സിൽ ഉള്ളതിന് മുമ്പ് എവിടെയുണ്ട്? എന്റെ ഏറ്റവും അഗാധമായ ബോധതലത്തിലുണ്ട്. അപ്പൊ ആ ബോധതലത്തിൽ നിന്ന് ബുദ്ധി അതിനെ വാക്കുകളാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ആ രണ്ടാം ഘട്ടത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ, വാഗിന്ദ്രിയങ്ങളിലൂടെ ആ വാചകത്തെ പുറത്തു വിടുവിച്ചു. അത് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഒരാളിൽ നിന്ന് നമ്മൾ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്? വൈഖരി എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ ഏറ്റവും അന്തിമമായ ഘട്ടമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ വൈഖരി വാണി നമ്മുടെ കർണപുടങ്ങളിൽ പതിയുന്ന സമയത്ത്, ആ വൈഖരി നമ്മൾ കേട്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ അർത്ഥം പൊട്ടിവിടരും. ഇവൻ എന്താണ് പറഞ്ഞതെന്നുള്ള അർത്ഥം പൊട്ടി. ഈ അർത്ഥം പൊട്ടിവിടരുന്നതിനെയാണ് സ്ഫോടം എന്ന് പറയുന്നത്. പക്ഷേ രസകരമായ സംഭവം എന്താണ്? പറയുന്നയാള്, ഒരാള് മറ്റൊരാളോട് പറയുക, ആ പറയുന്ന ആളുടെ സ്ഫോടം എപ്പോൾ സംഭവിക്കുന്നു? ആ പറയുന്ന ആളുടെ സ്ഫോടം പശ്യന്തി തലത്തിൽ തന്നെ സംഭവിക്കുന്നു. കേൾക്കുന്ന ആള് വൈഖരി വാണിയായിട്ട് കേൾക്കുമ്പോഴാണ് സ്ഫോടം സംഭവിക്കുന്നത്. ഇപ്പോ നീ ഇങ്ങോട്ട് വരൂ എന്നൊരാൾ പറയുമ്പോ ആ വാചകത്തിന്റെ പരിപൂർണമായ അർത്ഥം പൊട്ടിവിടരുന്നത് നീ ഇങ്ങോട്ട് വരൂ എന്ന് അവൻ പറഞ്ഞതിന് ശേഷമല്ല, മറിച്ച് നീ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറയാൻ തുടങ്ങുന്നതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ അവന്റെ മനസ്സിൽ പശ്യന്തി ഭാവത്തിൽ ആ വാചകത്തിന്റെ, നീ ഇങ്ങോട്ടേക്ക് വരൂ എന്നുള്ള ആ വാചകത്തിന്റെ അർത്ഥം പൊട്ടിവിടരുന്നു. അവിടെ സ്ഫോടം സംഭവിച്ചു. ഇപ്പൊ പറയുന്ന ആളുടെ ഉള്ളിൽ വാക്കുകൾ പശ്യന്തി ഭാവത്തിൽ തന്നെ സ്ഫോടം സംഭവിക്കുന്നുണ്ട്. പശ്യന്ത് എന്ന് പറയുന്ന ആ പ്രക്രിയയുടെ, സ്ഫോട പ്രക്രിയയുടെ ഏറ്റവും പ്രാഥമികമായ തലമായ പശ്യന്തി തലത്തിൽ സ്ഫോടം നടന്നു കഴിഞ്ഞു. സ്ഫോടം നടന്നു കഴിഞ്ഞിട്ട് അത് മധ്യമയിലൂടെയും വൈഖരിയായിട്ടും വാണിയായിട്ട് പുറത്തേക്ക് വരും. പക്ഷെ കേൾക്കുന്നയാളിൽ ഈ പറഞ്ഞയാളുടെ വൈഖരി വാണി പതിയുമ്പോഴാണ് കേൾക്കുന്നയാളിൽ സ്ഫോടനം സംഭവിക്കുന്നത്. അപ്പോൾ രസകരമായ കാര്യം, ആശയവിനിമയം കൃത്യമായി നടക്കണമെങ്കിൽ വക്താവിന്റെയും ശ്രോതാവിന്റെയും സ്ഫോടങ്ങൾ തമ്മിൽ നല്ല താതാത്മ്യം വരണം. കൃത്യമായ താതാത്മ്യം വന്നു കഴിഞ്ഞാലേ ആശയവിനിമയം നടക്കാൻ പറ്റും. അവധു വക്താരം എന്ന് പറയില്ലേ, സഹനാഭവതു എന്നുള്ള മന്ത്രത്തിൽ അവധു വക്താരം എന്ന് പറഞ്ഞാൽ വക്താവിനെ രക്ഷിക്കട്ടെ, ശ്രോതാവിനെ രക്ഷിക്കട്ടെ. ഈ പറയുന്ന ആളുകളും കേൾക്കുന്ന ആളും തമ്മിൽ കൃത്യമായ താതാത്മ്യം. എന്ത് താതാത്മ്യമാണ്? സ്ഫോടത്തിന്റെ താതാത്മ്യം. ഒരു വാചകത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ സ്ഫോടം ഒരു വക്താവിൽ ഉത്പന്നമായി തീർന്നു. ആ വക്താവിന്റെ വൈഖരി വാണിയിലൂടെ ഒരു ശ്രോതാവിൽ ആ സ്ഫോടം ചെല്ലുകയും ആ ശ്രോതാവിലും സ്ഫോടം ഉത്പന്നമായി. അങ്ങനെ ഈ രണ്ടു പേരുടെയും സ്ഫോടത്തിന്റെ താതാത്മ്യം കൊണ്ടാണ് കൃത്യമായ ആശയവിനിമയം ഉണ്ടാകുന്നത്. അപ്പോ ഭാരതീയ ഋഷിമാര് ശബ്ദത്തെ കേവലം വാക്കുകൾ മാത്രമായിട്ടല്ല മനസ്സിലാക്കിയത്, മറിച്ച് അതൊരു മഹാബോധത്തിൽ നിന്ന്, പര എന്ന് പറയുന്ന മഹാബോധത്തിൽ നിന്ന് പശ്യന്തി എന്ന് പറയുന്ന ഏറ്റവും സൂക്ഷ്മമായ തലത്തിലേക്ക് വരികയും ആ സൂക്ഷ്മമായ തലത്തിൽ നിന്ന് വാക്കുകളുടെ നിർമ്മിതിയാകുന്ന മധ്യമയിലേക്ക് വരികയും ആ മധ്യമയിൽ നിന്ന് വാചകങ്ങളായി പുറത്തേക്ക് വരുന്ന വൈഖരിയായിട്ടും ശബ്ദങ്ങൾ വരും. ഈ നാല് പ്രക്രിയയും ഇത് സ്ഫോടം എന്ന് പറയുന്ന ആ ഒരു ദർശനത്തിന്റെ അടിസ്ഥാന പ്രക്രിയകളാണ്. ഈ സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഭർതൃഹരി എന്ന് പറയുന്ന മഹാത്മാവാണ്. കൂടാതെ അതിന് മുമ്പേ ഋഷിമാര് ഭാരതത്തിൽ ഈ സിദ്ധാന്തത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ സിദ്ധാന്തവും ഈ പറയുന്ന നമ്മുടെ ഈ നാലാമത്തെ ശ്ലോകവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏറ്റവും വലിയ ബന്ധമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സ്ഫോടദർശിത വിചിത്ര വിഭ്രമം. സ്ഫോടദർശത്താൽ വിചിത്രങ്ങളായ വിഭ്രമങ്ങളെ ഉണ്ടാക്കുന്ന ഹേ ശാരദാംബിക എന്ന് പറയുമ്പോൾ എന്താണ് സ്ഫോടം എന്ന് നമുക്ക് മനസ്സിലാകണ്ടേ? ആ സ്ഫോടമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ശബ്ദം നാം കേൾക്കുന്ന വേളയിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ പൊട്ടിവിടരുന്നു, പൊട്ടിവിരിയുന്നു. ഇതിനെയാണ് സ്ഫോടം എന്ന് പറയുന്നത്. അത് പറയുന്ന ആളുടെ വൈഖരി വാണി നമ്മുടെ ഉള്ളിൽ സ്ഫോടം ഉണ്ടാക്കുന്നു. നാം മറ്റുള്ളവരോടൊരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ നാം പറയാൻ ശ്രമിക്കുന്ന പശ്യന്തി ഭാവത്തിൽ തന്നെ ആ സ്ഫോടം ഉണ്ടാകുന്നു. ഈ രണ്ടു കൂട്ടരുടെയും സ്ഫോടത്തിന് താതാത്മ്യം കൊണ്ടാണ് രണ്ടു കൂട്ടരിലും കൃത്യമായ ആശയവിനിമയം നടക്കുന്നത്. ഇത് കേവലം മനുഷ്യര് മാത്രമല്ല, ഓരോ മൃഗവും അതിൻ്റെതായ രീതിയിൽ സ്ഫോടത്തെ ജനിപ്പിക്കുന്നുണ്ട്. ഒരു പട്ടി അതിന്റെ വൈഖരി വാണിയിലൂടെ മറ്റൊരു പട്ടിയുടെ അന്ധകരണത്തിൽ ആ ശബ്ദത്തിന്റെ
അത് എങ്ങനെയാണോ അത് കുറച്ചു കഴിഞ്ഞാലും ആ ശബ്ദത്തിന്റെ കൃത്യമായ അർത്ഥം ഉണ്ടാകുന്നുണ്ട്, അർത്ഥത്തെ ജനിപ്പിക്കുന്നുണ്ട്. അപ്പൊ സാർവത്രികമായുള്ള പ്രപഞ്ച സംവിധാനങ്ങൾ അത് സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സ്ഫോടങ്ങളുടെ താതാത്മ്യം കൊണ്ടാണ്. അപ്പൊ നോക്കൂ, ഈ സ്ഫോട ദർശനത്തിന്റെ ആധാരത്തിലാണ് മറ്റെല്ലാ വിശേഷണങ്ങളും കുമാരനാശാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വിശേഷണമാണ് യോഗി മൃഗിതാം എന്നുള്ളത്. അപ്പൊ സ്ഫോട ദർശനത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ശബ്ദം ഉത്പന്നമാകുന്നത്, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ഗർഭാവസ്ഥ എന്നുള്ളത് പശ്യന്തി ഭാവത്തിലാണ്. എന്നാൽ ആ പശ്യന്തിക്ക് മുമ്പായിട്ട് തന്നെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ ശബ്ദം ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെയാണ് എന്തോ പറയുന്നത്, യോഗി മൃഗിതാം, യോഗികൾ അന്വേഷിക്കുന്ന എല്ലാ ദ്വൈതഭാവങ്ങളും അവസാനിച്ച് കേവലമായ സ്വരൂപാവസ്ഥ, ഇതിനെയാണ് യോഗികൾ അന്വേഷിക്കുന്നത്. അപ്പൊ ഈ അന്വേഷിക്കുന്ന ആൾക്കാരാണ് യോഗികളാണ്, സാധാരണക്കാരല്ല അന്വേഷിക്കുന്നത്. സാധാരണക്കാരൻ പലതും അന്വേഷിക്കും, ഒരു കടയിൽ പോയി പലതും അന്വേഷിക്കും. പക്ഷെ യോഗികൾ അന്വേഷിക്കുന്നത് ഏതെങ്കിലും കടയിലുള്ള സാധനങ്ങളെയല്ല, മറിച്ച് ലോകത്തിൽ ഏറ്റവും സൂക്ഷ്മവും ഗുപ്തവും ഏറ്റവും ശ്രേഷ്ഠവുമായ കാര്യത്തെയാണ് യോഗികൾ അന്വേഷിക്കുന്നത്. യോഗി മൃഗിത, മൃഗിത എന്നുള്ള വാക്കിന് മൃഗിത എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ യോഗികളാൽ അന്വേഷിക്കപ്പെടുന്ന കാര്യം എന്താണ്? യോഗികളാൽ അന്വേഷിക്കപ്പെടുന്ന കാര്യം കേവലമായ സ്വരൂപാവസ്ഥയാണ്. ദ്രഷ്ടുഹു സ്വരൂപ അവസ്ഥാനം എന്ന് പറയും. ആ കേവലമായ സ്വരൂപം, എല്ലാ ദ്വൈതഭാവങ്ങളും പരിപൂർണമായും ഇല്ലാതായ കേവലമായ സ്വരൂപാവസ്ഥ വ്യക്തിതലത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ശബ്ദത്തിന്റെ, ഈ സ്ഫോടത്തിന്റെ, പൊട്ടിവിടരുന്നതിന്റെ, ഒരു പ്രപഞ്ചം പൊട്ടിവിടരുന്നതിന്റെ, ഒരു വാക്ക് പൊട്ടിവിടരുന്നതിന്റെ ഏറ്റവും പ്രാഥമികമായ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ തലമാണ് യോഗികൾ അന്വേഷിക്കുന്ന ആ തലം. ഇനി സമഷ്ടി തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സൃഷ്ടി പ്രക്രിയയുടെ യാതൊരു സ്പന്ദനവുമില്ലാത്ത, ദേശകാലങ്ങൾക്ക് അതീതമായ അവ്യക്താവസ്ഥ, ഈ കാണപ്പെടുന്ന ജഗത്ത്, ഈ കാണപ്പെടുന്ന പ്രപഞ്ചം, ഈ പ്രപഞ്ചം ജഗത്ത് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നു. അവസാനം പറഞ്ഞു വിചിത്ര വിഭ്രമ എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന ജഗത്താണ്. ആ ജഗത്തിന്റെ ഏറ്റവും ആദ്യ തലമാണ് എന്ത്? ഈ സൃഷ്ടിയുടെ യാതൊരു സ്പന്ദനങ്ങളും ഇല്ലാത്ത, ദേശകാലങ്ങൾക്ക് അതീതമായ അവ്യക്താവസ്ഥ. ദർശനമാലയിൽ ഇത് ഈ ആശയങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ യോഗികൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫോടത്തിലൂടെ ഉത്പന്നമായ വിചിത്ര വിഭ്രമങ്ങളായിരിക്കുന്ന ഈ ജഗത്ത്, ആ ജഗത്തിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യമാണ് യോഗികൾ അന്വേഷിക്കുന്ന ആ വസ്തു എന്ന് പറയുന്നത്, സ്വരൂപമായിരിക്കുന്ന ആ വസ്തു. അത് വ്യക്തിതലത്തിൽ സ്വരൂപവും സമഷ്ടി തലത്തിൽ ഈ കാണപ്പെടുന്ന ജഗത്തിന്റെ എല്ലാം തന്നെ സൃഷ്ടിപ്രക്രിയയുടെ മുമ്പിലുള്ള കേവലമായ അവ്യക്താവസ്ഥ. ഇതിനെയാണ് യോഗി മൃഗിതാം എന്ന വിശേഷണങ്ങൾ കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ചിന്തിക്കണം, ഏറ്റവും അവസാനത്തെ വിശേഷണങ്ങൾ കൊണ്ടാണ് ബാക്കി 4 മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാനത്തെ വിശേഷണം സ്ഫോടമാണ്. ആ സ്ഫോടം എങ്ങനെ ഉണ്ടായി, അതിന്റെ കാരണം എന്തെന്നുള്ള അന്വേഷണമാണ് ബാക്കി 4 വിശേഷണം. ആ ബാക്കി 4 വിശേഷണത്തിന്റെ ആദ്യ വിശേഷണമാണ് സ്ഫോടത്തിന്റെ ആദ്യ ഹേതു, ആദ്യ സ്പന്ദനം. അത് നമ്മൾ ചിന്തിച്ചു. ഇനി അടുത്തതാണ് പരാഭിധാം എന്നുള്ള വിശേഷം. ഒരു വിശേഷണമുണ്ട്, പരാഭിധാം, പര എന്നുള്ള പേരോട് കൂടിയവൾ. അപ്പൊ ഈ സ്ഫോട പ്രക്രിയയുടെ പ്രഥമ സ്പന്ദനത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് പര. അതായത് ഈ സന്തുലിതമായ അവസ്ഥ. സന്തുലിതമായ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ കേവലം സത്വം, രജസ്, തമസ് എന്നിവ കേവലം സാമ്യാവസ്ഥയിൽ ഒരേ തലത്തിൽ നിലനിൽക്കും. അപ്പൊ ഈ സന്തുലിതാവസ്ഥയിൽ നേരിയ ക്ഷോഭം സംഭവിച്ച്, ഒരു നേരിയ ഇളക്കം സംഭവിച്ച്, അതിനെ സ്ഫോടദർശിത വിചിത്ര വിഭ്രമ എന്ന അവസ്ഥയിലേക്ക് നയിക്കാനുള്ള, പ്രകടമാക്കാനുള്ള ഇച്ഛാശക്തി ആദ്യമായി ഉത്പന്നമാകും. ആ ഇച്ഛാശക്തിയാണ് എന്ന് പറയുന്നത് പര എന്ന് പറയുന്നത്. പര നമ്മുടെ വാക്കിന്റെ, വാചകങ്ങളുടെ കാര്യകാരണം എന്ന് നോക്കിയാൽ വാക്ക് ആദ്യമായി ഉത്പന്നമാകുന്നത് പര എന്നുള്ള ഭാവത്തിലാണ്. ഭർതൃഹരി, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് 3 തലങ്ങളെ പറഞ്ഞു. പരയെ പറഞ്ഞില്ല. പക്ഷെ പരയെ നമ്മുടെ തന്ത്രജ്ഞർ അംഗീകരിക്കുന്നുണ്ട്. ഒരു വാചകം അല്ലെങ്കിൽ ഒരു സൃഷ്ടി എന്തെങ്കിലും ഒന്ന് ഉത്പന്നമാകുന്നതിന്റെ ഏറ്റവും ആദ്യ തലം എന്താണ്? പര എന്നുള്ളത്. അപ്പൊ പര എന്നുള്ള പേരോട് കൂടിയവൾ എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം? 5ാമത്തെ വിശേഷണമായ സ്ഫോട ദർശനത്തിലൂടെ അനേക വൈചിത്ര്യങ്ങളെ ഉണ്ടാക്കിയ ദേവി, ആ വിശേഷണത്തിന്റെ ഏറ്റവും ആദ്യഘട്ടമാണ് പര എന്ന് പറയുന്നത്. പര
ഇപ്പൊ നമ്മൾ യോഗി മൃഗിത എന്ന് പറഞ്ഞാൽ ഈ പരയെയാണ് യോഗികൾ അന്വേഷിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ വിശേഷണത്തെയാണ് യോഗികൾ അന്വേഷിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ പര എന്നുള്ള വിശേഷണമാണ് സ്ഫോട ദർശനത്തിന്റെ ഏറ്റവും ആദ്യപടി, ഏറ്റവും സൂക്ഷ്മമായ പടി. ഈ സ്ഫോട ദർശനത്തിന്റെ ഈ സൃഷ്ടി ഉണ്ടായിരിക്കുന്ന സ്ഫോട ദർശനത്തിന്റെ നമുക്ക് മനസ്സിലാകാനാണ് നമ്മൾ വാചകങ്ങൾ ഉപയോഗിച്ചത്. നാം ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ ആ വാക്ക് എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് തുടക്കം എവിടെ നിന്ന് അന്വേഷിച്ച് നമ്മൾ വൈഖരിയിലേക്കും മധ്യമയിലേക്കും പശ്ചന്തിയിലേക്കും അതിലും സൂക്ഷ്മമായ പരയിലേക്കും കടന്നു. പര എന്നുള്ള പേരോട് കൂടിയവളെന്ന് പറയുമ്പോൾ വാക്കിന്റെ ഏറ്റവും പ്രാഥമികമായ ഉത്ഭവസ്ഥാനം, അതേപോലെ ഈ കാണപ്പെടുന്ന ജഗത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ഉത്ഭവസ്ഥാനം എന്ന് മനസ്സിലാക്കും. അപ്പൊ വ്യക്തിതലത്തിൽ എങ്ങനെയാണ് നമ്മുടെ പര നമുക്ക് അനുഭവപ്പെടുന്നത്? വ്യക്തിതലത്തില് കാരണ ശരീര അഭിമാനി എന്ന് പറയും. വാസനാരൂപം കേവലമായി നമ്മുടെ വാചകങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കർമ്മങ്ങൾ, ഇതിന്റെ എല്ലാം വിത്താണ് വാസന എന്ന് പറയുന്നത്. അപ്പൊ ആ വാസനാമയമായ ശരീരത്തെയാണ് കാരണ ശരീരം എന്ന് പറയുന്നത്. വാസനാമയമായ കാരണ ശരീരത്തിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. കാരണ ശരീര അഭിമാനി പ്രാജ്ഞൻ. ഇപ്പൊ വ്യക്തിതലത്തിൽ പരാന്ന് പറഞ്ഞാൽ കാരണ ശരീര അഭിമാനിയായ പ്രാജ്ഞനാണ്. നോക്കൂ, നമുക്കിപ്പോൾ സ്ഥൂല ശരീരത്തിലാണ് നമുക്ക് അഭിമാനമുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ. ഞാൻ എന്നുള്ള അഭിമാനം ഈ സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മറിച്ച് സ്ഥൂല ശരീരം ഇല്ലാതെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിന്റെ സൂക്ഷ്മതലങ്ങളുമായി ബന്ധപ്പെട്ട അവസ്ഥയുണ്ട്. സൂക്ഷ്മതലങ്ങളുമായി ബന്ധപ്പെട്ട ഞാൻ എന്നതിന് നമുക്ക് ഇപ്പോൾ തൽക്കാലം അറിയുന്നില്ല. അങ്ങനെ അറിയാത്തതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ സ്ഥൂലദേഹം മാറിക്കഴിഞ്ഞാലും എൻ്റെ സൂക്ഷ്മദേഹത്തോട് താതാത്മ്യം പ്രാപിച്ചുള്ള ഒരു ഞാൻ എന്നുള്ള ബോധം എനിക്കുണ്ടാകും. അങ്ങനെ ആ ഞാൻ എന്നുള്ള ബോധത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയാണെന്ത്? നമ്മുടെ ഉള്ളിൽ വാസനാരൂപത്തിലുള്ള കാരണ ശരീര അഭിമാനിയായ പ്രാജ്ഞൻ എന്ന് പറയുന്നത്. ഇനി വാക്കിന്റെ പരിണാമം എടുത്തു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ സ്ഫോടദർശനത്തിന്റെ ആധാരത്തിൽ വാക്കിന്റെ പരിണാമം എടുത്തു കഴിഞ്ഞാൽ, വൈഖരി എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കേൾക്കുന്ന അറിയുന്ന എല്ലാ വാചകങ്ങളും അവയുടെ എല്ലാ അക്ഷരങ്ങളുടെയും അർത്ഥങ്ങളുടെയും ഏറ്റവും ഗർഭാവസ്ഥ. ഒരു വാചകം ജനിക്കുന്നതിന് മുമ്പ് അത് ഗർഭകാലത്തിൽ കുടികൊള്ളുന്നു. ആ ഗർഭാവസ്ഥ എന്ന് പറയാം, അതിനെ പര എന്ന് പറയാം വാക്കിന്റെ ആധാരത്തിൽ. വ്യക്തിതലത്തിൽ എന്ത് പറയാം? വ്യക്തിതലത്തിൽ എൻ്റെ എല്ലാ വാസനകളുടെയും സൂക്ഷ്മമായ അവസ്ഥ, ഞാനിപ്പോൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തി, ഞാൻ ആരാണ്, ഇതിന്റെ വിത്ത്. ഇപ്പോൾ കാണുന്ന വിത്തല്ല, വൃക്ഷമാണ്. ആ വിത്ത് പൊട്ടിവിടുന്ന വൃക്ഷത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയാണ് കാരണ ശരീര അഭിമാനിയായ പര എന്നുള്ളത്. ഇനി സമഷ്ടി തലത്തിലാണെങ്കിൽ ഈ കാണപ്പെടുന്ന ജീവജാലങ്ങൾ, അനേക കോടി ജീവജാലങ്ങൾ, അനേക കോടി പ്രപഞ്ച ഘടകങ്ങൾ, ഇതെല്ലാം വാസനാമയ രൂപത്തിൽ ഒറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ആ ഒറ്റ ബിന്ദുവിൽ നിന്നാണ് പിന്നീട് പ്രക്രിയയിലൂടെ ഇതിങ്ങനെ പൊട്ടിവിടുന്ന സ്ഫോടദർശിത വിചിത്ര വിഭ്രമയായിട്ട് മാറിയത്, അനേക വൈചിത്രങ്ങളുള്ള ഈ ജഗത്തായിട്ട് മാറിയത്. അപ്പൊ സമഷ്ടി തലത്തിൽ പര എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന സമ്പൂർണ്ണ ജഗത്ത്, അനേക കോടി ജീവജാലങ്ങൾ, എല്ലാവരുടെയും വാസനാമയമായ രീതിയിൽ അവ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. അതിനെന്തു പറയാം? സമഷ്ടി തലത്തിൽ ഉള്ള പര എന്ന് പറയാം. ഇനി വാക്കിന്റെ പരാപശ്യന്തി മധ്യമ വൈഖരി എന്നുള്ള വാക്കിന്റെ പരിണാമത്തെ ആധാരമാക്കി കഴിഞ്ഞാൽ, വൈഖരി എന്ന് പറഞ്ഞ് നാം കേൾക്കുന്ന ശബ്ദങ്ങളുടെ സൂക്ഷ്മമായ രൂപമാണ് മധ്യമം, അതിലും സൂക്ഷ്മമാണ് പശ്യന്തി. ഈ പശ്യന്തിയുടെയും ആധാരമാണ് വാക്കിന്റെ ഉദ്ഭവസ്ഥാനമാണെന്ന് പര. പര എന്ന് പറഞ്ഞാൽ വാക്കിന്റെ തലത്തിൽ അങ്ങനെ മനസ്സിലാക്കാം. ഇനി വ്യക്തിതലത്തിലാണെങ്കിലോ, നാം ആകുന്ന വ്യക്തിത്വത്തിന്റെ വിത്ത്, നാം ആകുന്ന വ്യക്തിത്വം ഏത് വിത്തിൽ നിന്നാണ് ഉത്പന്നമായത്, അതിനെ വാസനാമയമായ ശരീരം അഥവാ കാരണ ശരീരം അഥവാ കാരണ ശരീരത്തിൽ അഭിമാനിക്കുന്ന പ്രാജ്ഞൻ എന്ന് പറയും. അപ്പൊ ദേവിയുടെ ഈ ഞാനായതും ഭവതി എന്ന് പറയുമ്പോൾ ദേവി വാസനാമയ രൂപത്തിലും ഞാനായി കുടികൊള്ളുന്നു. ഈ കാണപ്പെടുന്ന ജഗത്തിന്റെ ഗർഭാവസ്ഥ എന്ന് പറയുന്ന സമഷ്ടി തലത്തിലും കുടികൊള്ളുന്നു. വാക്കിന്റെ ഏറ്റവും അടിസ്ഥാന കാരണമായിരിക്കുന്ന പര എന്നുള്ള ഭാവത്തിലും കുടികൊള്ളുന്നു. പര എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പ്രകാരത്തിലും മനസ്സിലാക്കാം. അവ പര എന്നുള്ള പേരോട് കൂടിയവൾ. ഇനി അടുത്ത വിശേഷണമാണ് വിഭിന്ന പരിണാമ സുന്ദരി. ത്വാം വിഭിന്ന പരിണാമ സുന്ദരി ഉപാസ്മഹേ. അല്ലയോ അമ്മേ, ഹേ അംബ. ഹേ അമ്പ എന്ന് പറയരുത്, ഹേ അംബ. അല്ലയോ അമ്മേ. അമ്മയെന്ന് മലയാളത്തിൽ പറയാം, സംസ്കൃതത്തിൽ അംബ. അമ്പാർത്ഥ നദ്യ ഹ്രസ്വം എന്നുള്ള സൂത്രം കൊണ്ട് ഹ്രസ്വമായിട്ട്. അപ്പൊ ഹേ അംബ ത്വാം
വിഭിന്ന പരിണാമ സുന്ദരീം ഉപാസ്മഹേ. വിഭിന്ന പരിണാമ സുന്ദരിയായ നിന്നെ ഞങ്ങൾ ഉപാസിക്കുന്നു എന്നർത്ഥം. അപ്പൊ നോക്കൂ, കാരണാവസ്ഥയിൽ നിന്ന് പരാഭിധാം, പര എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് സൂക്ഷ്മമായ പരിണാമത്തിലേക്കുള്ള ഒരു പ്രഥമ സ്ഫോടനം സംഭവിക്കുന്നു. നമ്മളൊരു ശബ്ദം പറയുമ്പോൾ ആ ശബ്ദം പര എന്നുള്ള അവസ്ഥയിൽ നിന്ന് സൂക്ഷ്മമായ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ആ അടുത്ത ഘട്ടത്തിൽ എന്ത് പറയുന്നത്? ഇവിടെ മധ്യമ എന്ന് പറയുന്നത്. മധ്യമ എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളോടൊരു കാര്യം പറയാൻ വേണ്ടി ആലോചിച്ചു. ആ കാര്യം എൻ്റെ ആശയമായിട്ട് ആദ്യം എൻ്റെ മനസ്സിൽ പശ്യന്തി ഭാവത്തിലുണ്ടായി. ആ പശ്യന്തി ഭാവത്തിൽ നിന്ന് അത് വാക്കുകളായിട്ട് എൻ്റെ ബുദ്ധി അതിനെ ക്രമീകരിക്കുകയാണ്. അതായത് വൈഖരിയായിട്ട് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തൊട്ടു മുമ്പുള്ള പ്രക്രിയ വാക്കുകളായിട്ട് എൻ്റെ ബുദ്ധി അതിനെ ക്രമീകരിക്കുകയാണ്. ആ ക്രമീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിന്റെ ആശയത്തെ അനേകായിരം വാചകങ്ങളായിട്ട് വിഭിന്ന പരിണാമ സുന്ദരി അനേകായിരം പരിണാമങ്ങളായിട്ട് വാക്കുകളായിട്ട് അത് ക്രമീകരിക്കുന്നു. ഒരു വാക്ക് പറയുമ്പോൾ കുത്ത്, കോമ, ഫുൾ സ്റ്റോപ്പ് എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ അനേക പരിണാമങ്ങളായിട്ട് ഞാൻ എവിടെ നിർത്തണം, എവിടെ നിർത്തണ്ട, എത്രത്തോളം സ്പീഡ് കൊടുക്കണം എന്നെല്ലാം നമ്മുടെ ഉള്ളിൽ സബ്റ്റിൽ സൂക്ഷ്മതലത്തിൽ ഒരു പരിണാമം നടക്കുന്നുണ്ട്. ആ പരിണാമം എപ്പോൾ നടക്കുന്നു? ആശയങ്ങൾ കുടികൊള്ളുന്ന പശ്യന്തി ഭാവത്തിനും ആശയങ്ങൾ വാക്കുകളായി പുറത്തേക്ക് വരുന്ന വൈഖരി ഭാവത്തിനും ഇടയിലാണ് ഈ പറയുന്ന മധ്യമ എന്നുള്ള പരിണാമം സംഭവിക്കുന്നത്. അപ്പൊ വിഭിന്ന പരിണാമ സുന്ദരി എന്ന് പറഞ്ഞാൽ പര എന്ന് പറയുന്ന പശ്യന്തി എന്ന് പറയുന്ന ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയിൽ നിന്ന് ഈ ജഗത്ത് അഥവാ എൻ്റെ വാക്കുകൾ അഥവാ ഞാനാകുന്ന വ്യക്തിത്വം കടക്കുന്ന അടുത്ത തലമാണ്. ഇപ്പൊ വാക്കിന്റെ തലത്തിൽ ഇതിന്റെ മധ്യമ എന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ തലത്തിൽ ഇതിനെന്ത് പറയാം? സൂക്ഷ്മ ശരീര അഭിമാനി എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ സ്ഥൂലമായ ചിന്തകൾ, സ്ഥൂലമായ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അത് രൂപപ്പെടുന്നത് സൂക്ഷ്മ ശരീരത്തിൽ നിന്നാണ്. നാം എങ്ങനെ ചിന്തിക്കണം, നാം എങ്ങോട്ട് പോകണം, നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നു വരുന്നു. നടന്നു പോയി കഴിഞ്ഞാൽ നാം മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ ആ മദ്യപാനം ഒരു സംസ്കാരമായി നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മമായ തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെന്ത് പറയാം? അതിനെ നമുക്ക് പശ്യന്തി എന്ന് പറയാം. ഞാനൊരു മദ്യപനാണ് എന്നുള്ള ആശയം ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പശ്യന്തി എന്തായിട്ട് മാറുന്നു? ആ മദ്യഷാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങോട്ട് പോയി കളയാം. ഈ പശ്യന്തിയിൽ മദ്യ സംസ്കാരം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ മദ്യഷാപ്പ് കാണുന്ന വേളയിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നത്. ഇതിനെന്ത് പറയാം? മധ്യമ എന്ന് പറയാം. അങ്ങോട്ട് പോകുന്നു, ഇതിനെ വൈഖരി എന്ന് പറയാം. ഇപ്പൊ വിഭിന്ന പരിണാമ സുന്ദരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഇതേ കാര്യങ്ങളെ, വ്യക്തിതലത്തിൽ നടക്കുന്ന ഇതേ കാര്യങ്ങളെ ഈ പുറത്തുള്ള ബാഹ്യലോകവുമായി ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാം. ഈ കാണപ്പെടുന്ന ജഗത്ത് എന്നാണ് വൈഖരി. അത് ആ ജഗത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയാണ് പശ്യന്തി എന്ന് പറയുന്നത്. വിത്തായിട്ട് കിടക്കുന്ന പശ്യന്തി എന്തായിട്ട് മാറുന്നു? അത് ജഗത്തായിട്ട് മാറാൻ വേണ്ടി സന്നദ്ധമാകുന്നു. ഇപ്പൊ ജഗത്തായിട്ട് മാറുന്നതിന്റെ മുമ്പേ ഒറ്റയടിക്ക് ജഗത്തായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. ആ വിത്ത് ഈ കാണപ്പെടുന്ന സ്ഥൂല പ്രപഞ്ചത്തിലേക്കുള്ള ചില അനുപാതങ്ങളെ ഉണ്ടാക്കുന്നു. അനുപാതാത്മകമായ പ്രപഞ്ചം എന്ന് പറയുന്നു. നമ്മൾ ഈ കാണപ്പെടുന്ന ജഗത്ത് എന്താണ്? ഈ ജഗത്ത് അനുപാതങ്ങൾക്ക് ശേഷമുണ്ടായതാണ്. ഓരോരോ മൂലകം ഉണ്ടാകണമെങ്കിലും ഇത്തരത്തിൽ അനുപാതം വേണം, ആറ്റോമിക് തലത്തിൽ. അതേപോലെ കൃത്യമായ അനുപാതത്തോടു കൂടിയാണ് ഈ ജഗത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അനുപാതത്തിന് ശേഷമുള്ള ജഗത്താണ് കാണുന്നത്. ഒരു വസ്ത്രം നമ്മൾ തുണി കൊടുക്കുന്നു കടയിൽ. ആ തുണി എന്താണ്? ആ തുണിയാണ് പശ്യന്തി. ആ തുണിയിൽ നമ്മുടെ വസ്ത്രമുണ്ട്. ആ പശ്യന്തിയെ തയ്യൽക്കാൻ എന്ത് ചെയ്യുന്നു? വെട്ടിയും കുറുക്കിയും പല പല സൈസാക്കി മാറ്റുന്നു. കാരണം അയാൾ എന്ത് ചെയ്യുന്നു? ആ വസ്ത്രത്തിലേക്കുള്ള ഘട്ടം. പശ്യന്തി കേവലമായ തുണി എന്നുള്ള അവസ്ഥ കഴിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ അവസാനമായ വസ്ത്രം എന്നുള്ള ഘട്ടം ആയിട്ടില്ല. തുണി എന്നുള്ള കേവലമായ അവസ്ഥ കഴിഞ്ഞു. കാരണം പുള്ളിക്കാരൻ അതിനെ വെട്ടിയും കോർത്തും പല രീതിയിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഈ ഘട്ടത്തെയാണ് എന്തു പറയുന്നത്? വിഭിന്ന പരിണാമ സുന്ദരി എന്ന് പറയുന്നത്. പരാഭിധ, യോഗി മൃഗിത എന്നുള്ള ആദ്യ രണ്ട് വിശേഷങ്ങൾ ഓർക്കുക. ഇത് അല്പം സങ്കീർണമായി തോന്നുമെങ്കിലും
പിന്നീട് ഈ ക്ലാസ് കഴിഞ്ഞ് യൂട്യൂബ് കേട്ട് കഴിഞ്ഞാൽ, ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ വളരെ സരളമായിരിക്കും. ഈ വാക്കുകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കൺഫ്യൂഷൻ വരും, അയ്യോ എന്തൊക്കെയാണിത് പറയുന്നത്. പക്ഷെ പിന്നീട് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനൊരു ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരാഭിത എന്ന് പറയുന്നതാണ് ഇവിടെ അടിസ്ഥാനം. ആ പരാഭിതയാണ് യോഗി മൃഗിതാം, യോഗികൾ അന്വേഷിക്കുന്നത്. ആ പരാഭിത എന്താണ്? നമ്മൾ തയ്യൽ കടയിൽ കൊടുത്ത വസ്ത്രമാണ് പരാഭിത, അല്ലെങ്കിൽ അതെ, ആ പരാഭിത എന്ന് പറയുന്നത്. ആ തയ്യൽ കടയിൽ കൊടുത്ത വസ്ത്രം തയ്യൽക്കാരൻ വ്യത്യസ്തമായ രീതിയിൽ കത്തിരിച്ച് പല പല രീതിയിലാക്കി മാറ്റും. കഴുത്ത് വെട്ടേണ്ട ഭാഗം എല്ലാം ഇങ്ങനെ മാറ്റും. അതിനെയാണ് വിഭിന്ന പരിണാമ സുന്ദരി എന്ന് പറയുന്നത്. ആ വിഭിന്ന പരിണാമ സുന്ദരി എന്ത് പറയാം? വ്യക്തിതലത്തിൽ നമുക്ക് സൂക്ഷ്മ ശരീര അഭിമാനി എന്ന് പറയാം. വാക്കിന്റെ തലത്തിൽ എന്ത് പറയാം? വാക്കിന്റെ തലത്തിൽ നമുക്ക് മധ്യമ എന്ന് പറയാം. ഈ കാണപ്പെടുന്ന സ്ഥൂല പ്രപഞ്ചത്തിന്റെ പുറകിൽ അനുപാതാത്മകമായ പ്രപഞ്ചമുണ്ട്. അനുപാതം എന്ന് പറയുന്ന റേഷ്യോ. എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രപഞ്ച ഘടകങ്ങൾ എപ്രകാരം ഉണ്ടാകണം, വിവിധ മൂലകങ്ങൾ എപ്രകാരം കൂട്ടിച്ചേർക്കണം, വിവിധ കൃത്യമായ അനുപാതമുണ്ട്. ഈ അനുപാതാത്മകമായ പ്രപഞ്ചത്തെയാണ് വിഭിന്ന പരിണാമ സുന്ദരി എന്ന്. വിഭിന്നങ്ങളായ പരിണാമങ്ങൾ, ആ വാക്ക് നമുക്ക് പരിണാമമാണ്. ഒരു തുണിയിൽ നിന്ന് വസ്ത്രത്തിലേക്കുള്ള പരിണാമമാണ്. ഇനി അവസാനത്തെ വിശേഷണം കണ്ടു കഴിഞ്ഞാൽ, മീൻസ് നാലാമത്തെ വിശേഷണം കണ്ടു കഴിഞ്ഞാൽ ഈ ആശയം പൂർണ്ണമാണ്. എന്താണ്? പുഷ്കലാർത്ഥ വിഭവാം ഉപാസ്മഹേ. പുഷ്കലാർത്ഥ വിഭവാം എന്ന് പറഞ്ഞാൽ സ്ഫോട പ്രക്രിയയുടെ അന്തിമതലം. നമ്മൾ ഇത്രയും ചർച്ച ചെയ്യുന്ന അന്തിമതലം പരാഭിത എന്ന് പേരുള്ള യോഗികൾ അന്വേഷിക്കുന്ന പരാഭിത, സൃഷ്ടിയുടെ ഏറ്റവും സൂക്ഷ്മമായ തലം, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലം, ഒരു വാക്കിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലം ഏത് രൂപത്തില്? പശ്യന്തി രൂപത്തില്. ആ സൂക്ഷ്മമായ തലം പിന്നീട് പൊട്ടിവിടാൻ വേണ്ടി ക്രമമായിട്ട് മുന്നോട്ട് വരുന്നു. വിഭിന്ന പരിണാമ സുന്ദരിയായിട്ട് വരുന്നു. വാക്കിന്റെ തലത്തിൽ അതിനെ മധ്യമ എന്ന് പറയുന്നു. വ്യക്തിതലത്തിൽ സൂക്ഷ്മ ശരീര അഭിമാനി എന്ന് പറയുന്നു. ഈ കാണപ്പെടുന്ന ജഗത്തിന്റെ തലത്തിൽ അനുപാതാത്മകമായ പ്രപഞ്ചം എന്ന് പറയും. ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പെയുള്ള അനുപാതം. ഈ അനുപാതത്തിന് ശേഷം ജഗത്ത് ഉണ്ടായി, പൂർണ്ണമായിട്ട് ഉണ്ടായി. മധ്യമയ്ക്ക് ശേഷം വൈഖരിയായിട്ട് വാക്കുകൾ പുറത്തേക്ക് വന്നു. സൂക്ഷ്മത്തിൽ നിന്ന് ആ കള്ളുഷാപ്പിലേക്ക് പോകണം എന്നുള്ള സ്ഥൂല ചിന്ത വന്നു. കള്ള് കുടിക്കുന്നു എന്നുള്ള വാസന എന്താണ്? അത് പശ്യന്തിയാണ്. കള്ളുഷാപ്പ് കണ്ടാൽ പോണം എന്നുള്ള ക്രമീകരണം എന്താണ്? അത് മധ്യമയാണ്. പോകുക എന്നുള്ള പ്രക്രിയ എന്താണ്? അത് വൈഖരിയാണ്. സൃഷ്ടിയുടെ ഏറ്റവും മൂലമായിരിക്കുന്ന വാസനാരൂപം എന്താണ്? അത് പശ്യന്തിയാണ്. ഈ സൃഷ്ടി ഉണ്ടാകണമെന്നുള്ള അനുപാതം ഉണ്ടാക്കുന്ന സമയം എന്താണ്? അത് മധ്യമയാണ്. ആ മധ്യമയാണ് വിഭിന്ന പരിണാമ സുന്ദരി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മധ്യമ പുഷ്കലാർത്ഥ വിഭവങ്ങളെ, പുഷ്കൽ എന്ന് പറയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വിഭവങ്ങൾ, ഈ ജഗത്തായിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുക. അപ്പൊ ജഗത്തായി നിറഞ്ഞു നിൽക്കുന്ന ആ വിഭവങ്ങളിലേക്ക് ദേവി പരിണാമം ചെയ്യുകയാണ്. ജഗത്തായി നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വൈഖരിയായിട്ട് വാക്കിന്റെ തലത്തിൽ മനസ്സിലാക്കാം, വ്യക്തിതലത്തിൽ സ്ഥൂല ശരീര അഭിമാനിയായിട്ട് മനസ്സിലാക്കാം, പ്രാപഞ്ചികമായ തലത്തിൽ നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന പ്രപഞ്ചം, ദൃശ്യഗോചരമായ പ്രപഞ്ചം. ഈ ദൃശ്യഗോചരമായ പ്രപഞ്ചം പശ്യന്തി എന്നുള്ള തലത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടായി എന്നുള്ള പ്രക്രിയക്കാണ് എന്തു പറയുന്നത്? സ്ഫോടം എന്ന് പറയുന്നത്. ഇപ്പൊ സ്ഫോടദർശിത വിചിത്ര വിഭ്രമം എന്ന് പറഞ്ഞാൽ സ്ഫോട ദർശനത്തിലൂടെ ഈ കാണപ്പെടുന്ന വിചിത്രങ്ങളായ അനവധി കാര്യങ്ങൾ ഉണ്ടാക്കിയ, പുഷ്കലാർത്ഥ വിഭവങ്ങൾ ഉണ്ടാക്കിയ ആ ശാരദാംബികയെ ഞങ്ങൾ ഉപാസിക്കുന്നു, അല്ലെ ഞങ്ങൾ ഉപാസിക്കുന്നു എന്നർത്ഥം. അപ്പൊ നോക്കൂ എത്രമാത്രം ശ്രേഷ്ഠങ്ങളാണ് ആശാന്റെ ഈ കാവ്യം. ആ കാവ്യത്തിലെ വിശേഷിച്ച് നാലാമത്തെ വരി. എനിക്കറിയാം, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 100% അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇത്രമാത്രം ചെയ്യുക. നമ്മളിത് വീണ്ടും അധ്യയനം ചെയ്യുമ്പോൾ ആദ്യം എന്താണ് സ്ഫോടദർശനം, അവസാനത്തെ വിശേഷണത്തെ മനസ്സിലാക്കുക. ആ സ്ഫോടദർശനത്തിന്റെ പ്രക്രിയകളാണ് മറ്റു 4 വിശേഷങ്ങൾ എന്ന് മനസ്സിലാക്കുക. പരാഭിത, വിഭിന്ന പരിണാമ സുന്ദരി, പുഷ്കലാർത്ഥ വിഭവം. ഈ പരാഭിത എന്ന് പറയുന്ന പേരോട് കൂടിയ ആ യോഗീശ്വരിയെയാണ് യോഗികൾ ഉപാസിക്കുന്നത്. ആ യോഗികൾ ഉപാസിക്കുന്ന യോഗീശ്വരി എന്നാണ് ഒന്നാമത്തെ വിശേഷണമാക്കുക. പിന്നീട് ക്രമമായിട്ട് വികാസം പ്രാപിക്കുകയാണ്. വാക്കിന്റെ തരത്തിലുള്ള വികാസം,
വ്യക്തിതലത്തിലുള്ള വികാസം, ഈ ജഗത്ത് എന്നുള്ള തരത്തിലുള്ള വികാസം, അത് അവസാനം ഈ ജഗത്തായിട്ട് കാണുന്നു. വാക്കിന്റെ രൂപത്തിലാണെങ്കിൽ വൈഖരിയായിട്ട് കാണുന്നു. നമ്മുടെ വ്യക്തിത്വമാണെങ്കിൽ സ്ഥൂലമായിരിക്കുന്നതായിട്ട് കാണുന്നു. ഇത്രയുമാണ് ഈ ശ്ലോകത്തിന്റെ ആശയം. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം.